ആടുജീവിതം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോവൽ അഡാപ്റ്റേഷൻ ഔട്ട് ദർ. ഈ സിനിമ ഒരേ സമയത്ത് റീഡേഴ്സിനും നോൺ റീഡേഴ്സിനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മൂവി ആയിരിക്കും. കാരണം ഈ സിനിമ നമ്മൾ എന്താണ് നോവലിൽ വായിച്ചിട്ടുള്ളത് അത് അതേപോലെ തന്നെ വിഷ്വലി കാണുക മാത്രമല്ല, നമുക്ക് ഓരോ എലമെൻറ്റും ഓരോ സീക്വൻസും നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് അനുഭവിച്ചത്, നമുക്ക് എന്താണ് കിട്ടിയത്, അതേപോലെ തന്നെ ഒരു സിനിമയിലൂടെ തരിക എന്ന് പറഞ്ഞാൽ അവരുടെ 100% എഫേർട്ട് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടും എല്ലാ ഡിസിഷൻസും അത്ര കൃത്യമായതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇവർക്ക് തരാൻ സാധിക്കുന്നത്. കാരണം ഇത് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി സ്റ്റുഡിയോയിൽ എടുക്കാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു. ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ച് അല്ലെങ്കിൽ മിനിമൽ എമൗണ്ട് ഓഫ് കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനത്തിന് ഔട്ട്ഡോർ കൊണ്ടുപോയി ലൈവ് ലൊക്കേഷൻസിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടത്, ആ സ്ഥലങ്ങൾ, ആ ലൊക്കേഷൻ, ആ പ്രിമേസ്, അങ്ങനെ ആ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ഓരോ ഇമോഷൻസും അതേപടി തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലായ്പ്പോഴും അങ്ങനെ വരാറില്ല. പലപ്പോഴും നമ്മൾ വായിച്ചതൊന്ന് കണ്ടത് വേറെന്തോ ഒന്ന് എന്ന രീതിയിലായിരിക്കും പലപ്പോഴും പോകുന്നുണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. വായിച്ച എല്ലാവരെയും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യും. വായിക്കാത്തവർക്ക് ഇതൊരു എൻറ്റയർലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ വായിച്ചിട്ടുള്ളവർക്ക് ഓരോ അടുത്ത് വരാനിരിക്കുന്ന സീനുകളും സീക്വൻസുകളും ഈ സിനിമ എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് കാണുന്നത്, ഒരു പർട്ടിക്കുലർ ഷോട്ട് ഉണ്ട്, സീക്വൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനി അടുത്ത് വരാനിരിക്കുന്ന സീക്വൻസുകളൊക്കെ കുറിച്ചുള്ള ചിന്തകളെ പോലും നമ്മളെ മറക്കുന്ന രീതിയിൽ കാണുന്ന സാധനത്തിൽ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഇപ്പോൾ നോവലിലുള്ള എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. 3 മണിക്കൂർ സിനിമയാണ്. ഇതിൽ തന്നെ കുറേ സാധനങ്ങൾക്ക് ഒരു മിസ്സായിട്ടുണ്ട്. സോ നോവലിൽ എല്ലാം എടുത്ത് വെച്ചിട്ടില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നോവൽ വായിച്ചിട്ടുള്ള വേണമെങ്കിൽ പറയാതെ പറയും, ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് തന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ ആടുകൾക്ക് പേരിടുന്ന കുറേ സീക്വൻസ് ഉണ്ട്. സോ ആടുകളായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും തന്നെ ഈ സിനിമയിൽ വന്നിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുള്ള സ്പേസ് ഒന്നും സിനിമയിലില്ല. പക്ഷേ എന്താണ് മെയിൻ പോയിന്റ്സ്, മെയിൻ ഇവൻറ്റ്സ് എന്താണോ അതിലേക്കെല്ലാം പ്രോപ്പർലി ഇൻ്റർലിങ്ക് ചെയ്ത് എന്താണ് ഒരു സിനിമ എന്ന രീതിയിൽ നമുക്കൊരു പ്രേക്ഷകന് എന്താണ് ആവശ്യം അത് ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കിടിലിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊന്നുമല്ല, ഒരു ഓവറോൾ എൻറ്റയറിറ്റിയിൽ ഇവർ ഒരുമിച്ചിരുന്ന് ഇത്രയും വർഷം എടുത്ത് ഒരേ മൈൻഡ് സെറ്റോടെ ചെയ്തതുകൊണ്ട് തന്നെ വാട്ട് ഐ ഹാവ് വിറ്റ്നസ്ഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോവൽ അഡാപ്റ്റേഷൻ എന്ന് തീർച്ചയായിട്ടും പറയാം. പൃഥ്വിരാജ് എന്ന ആക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എത്രത്തോളം ഇദ്ദേഹം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു സീനിൽ അത് കാണിക്കും. ആ സീൻ ശരിക്കും ഞെട്ടും. കാരണം പല ആക്ടേഴ്സിൻ്റെ പല ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൂടുതലും ആ സിനിമയിൽ എൻറ്റയർലി ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ക്രിസ്ത്യൻ ബെയിലൊക്കെ ചില സിനിമയിലൊക്കെ ഇത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ആ സിനിമയിൽ എൻറ്റയർലി അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഇമ്പാക്റ്റ് അതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ വെയിറ്റ് കൂട്ടിയും കുറച്ചിട്ടുള്ള പല സാധനങ്ങളുണ്ട്. അതൊക്കെ കണ്ട ഞെട്ടി ധരിച്ചു പോകും. എന്ത് ട്രാൻസ്ഫോർമേഷനാണ്. ചിലവർ വിശ്വസിക്കില്ല. ഇപ്പോൾ പുറത്തുള്ള നമ്മൾ ഹോളിവുഡിലൊക്കെ കൊടുത്താൽ പറയും CG ആണ്, മേക്കപ്പ് ആണെന്നൊക്കെ. പക്ഷേ നമുക്കറിയാം ഇദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി ചെയ്തിട്ടുള്ളതാണ്. ഈ സിനിമയിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള കുറേ മേക്കപ്പൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. ദെൻ സിനിമയുടെ കാസ്റ്റിംഗ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയാം. കിടിലൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വായിച്ചപ്പോൾ കണ്ട ആൾക്കാർ അതേപടി തന്നെ, ഈവൺ അവരുടെ കോസ്റ്റ്യൂമിലും അവരുടെ മാനറിസത്തിലും എല്ലാം തന്നെ അതേപടി തന്നെ വെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേർക്ക് ഇതേപോലെ തന്നെ കണക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണ് വായിച്ചത് അത് തന്നെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഈ സിനിമ ഇവിടെ നിന്നല്ല, ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യേണ്ട, ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മൂവിയാണ്. കാരണം ഇത് പാൻ ഇന്ത്യൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിറക്കുമ്പോൾ ഇതാണ് പാൻ ഇന്ത്യൻ. കാരണം ഇത് ഒരു റീജിയണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കഥയല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കഥയാണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെലവൻറ്റ് എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെടും. അതും ഒരു മലയാള സിനിമയാണല്ലോ നമ്മളിപ്പോൾ കണ്ടിറങ്ങി വന്നത് എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ 1-2 മാസം കൊണ്ട് വെറുതെ തട്ടിക്കൂട്ടി ഒരു പടം എടുക്കുന്നത് പോലെയല്ല ഈ ഒരു സിനിമ. ഇത്രയും വർഷം എടുത്തിട്ട് ഇത്രയും ഗംഭീര ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്ന രീതിയിൽ എടുത്തിട്ടുള്ള സാധനത്തിൻ്റെ 100% നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഇതൊരു മലയാള ചിത്രമാണ്, നമ്മുടെ സിനിമയാണ്, നമ്മുടെ സ്വന്തം സിനിമയാണ്. ഇതൊന്നും ഇന്ത്യയിലൊന്നും വേറെ ആരും തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ട് പോയിട്ടുള്ളൂ. ആ ഒരു സമയത്താണ് ഈ സിനിമ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിനിമ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ആ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് ഞാൻ. സോ ഇതേപോലത്തെ ഒരു ഫീലാണ്. എന്താണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആൻഡ് കംപ്ലീറ്റ്ലി പ്രൗഡ് ടു സേ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവി ഔട്ട് ദർ ടു പ്രൊഡ്യൂസ് ടു, അല്ലെങ്കിൽ ഇൻ്റർനാഷണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി എന്ന് പറയാം. സോ ആടുജീവിതം കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, അല്ലെങ്കിൽ ഗോട്ട് ലൈഫ് കണ്ട എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.